ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അഡ്വക്കേറ്റ് വിജയലക്ഷ്മിയെ കൊണ്ട് ധനുഷിനെ കാണാനായി ചെന്നിരിക്കുന്ന ശങ്കറിനെയാണ്. കേട്ടിടത്തോളം അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ് ധനുഷിൻ്റേതെന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ, എന്തൊക്കെയാണെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ ജാമ്യത്തിൽ ഇറക്കണമെന്ന് ധനുഷ് പറയുന്നു. തുടർന്ന് വേണ്ട ഡോക്യുമെൻസിൻ്റെ കാര്യമെല്ലാം തന്നെ അഡ്വക്കേറ്റ് പറയുമ്പോൾ, മേഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാക്കി തരാമെന്നും എന്നാൽ 15-ാം ദിവസം എനിക്കിവിടുന്ന് പുറത്തിറങ്ങണമെന്നും ധനുഷ് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ശിവരാമൻ അവന്തികയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ്, മേഡം, എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് സംസാരിക്കാം, വേണമെങ്കിൽ 2-3 മാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് തരാൻ പറയാമെന്നും അവന്തിക പറയുന്നു. ഞാൻ ശമ്പളത്തിൻ്റെ കാര്യമല്ല മേഡം പറഞ്ഞത്, എനിക്ക് കുറച്ച് കടം തീർക്കാനുണ്ട്, എനിക്ക് മേഡം തന്നെ പണം തരണമെന്നും ശിവരാമൻ പറയുന്നു. ഞാനെന്തിനാ തനിക്കതിന് പണം തരുന്നതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ ശിവരാമൻ പറയുകയാണ്, ഞാൻ മേഡത്തിനൊരു സഹായം ചെയ്തില്ലേ, അപ്പോൾ മേഡവും എനിക്ക് സഹായം ചെയ്ത് തരണ്ടേ. ദേ, ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ആ കാര്യങ്ങളൊന്നും ഈ മതിൽക്കെട്ടിനകത്ത് പറയാൻ പാടില്ലെന്ന്. ഞാൻ മേഡത്തിനോട് ആദ്യം മര്യാദയ്ക്ക് തന്നെയല്ലേ പൈസ ചോദിച്ചത്, അത് തന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങാനും പറയുമായിരുന്നോ എന്ന് ശിവരാമൻ ചോദിക്കുന്നു. ശരി, തനിക്കിപ്പോൾ എത്ര രൂപയാണ് വേണ്ടത്? എനിക്കിപ്പോൾ 1,00,000 രൂപ വേണമെന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുകയാണ്, 1,00,000 രൂപയോ? ഒരു മാനുഷിക പരിഗണന വെച്ചിട്ടാ തൻ്റെ കൊച്ചിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തത്. അതിൻ്റെ പേരിൽ ഇത്രയും പൈസയൊന്നും തരേണ്ട ഒരാവശ്യവുമില്ല. വേണമെങ്കിൽ വല്ലോ 2,000-മോ 3,000-മോ തന്ന് സഹായിക്കാം. അങ്ങനെയൊക്കെയാണ് മേഡത്തിൻ്റെ നിലപാടെങ്കിലേ ഞാനിവിടുത്തെ ജോലി അങ്ങ് രാജിവെക്കാൻ പോവുകയാ. ഇവിടുത്തെ ഡ്രൈവർ ജോലിയും കാര്യസ്ഥൻ്റെ ജോലിയും എനിക്ക് വേണ്ട. തൻ്റെ ജോലി നിർത്തുന്നതിന് താനെന്തിനാ എന്നോട് പറയുന്നത്? തനിക്ക് ജോലി വേണ്ടെങ്കിലേ താൻ നിർത്തിയിട്ട് പോക്കോ. ഇത് കേൾക്കുന്ന ശിവരാമൻ പറയുകയാണ്, അതെ, ഞാൻ നിർത്തിയിട്ട് ഇവിടുന്ന് കയ്യും വീശി ആയിരിക്കില്ല പോകുന്നത്. എൻ്റെ ഒപ്പം എൻ്റെ മോളും കൂടി ഉണ്ടാകും. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. എൻ്റെ മോളെ എൻ്റെ ഒപ്പം വളർന്നാൽ മതി, എന്നിട്ട് എൻ്റെ വീട്ടിലുള്ള കുഞ്ഞിനെ ശരിക്കുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ആക്കിയേക്കാം. പിന്നെ ഞാൻ മേഡത്തിന് ചെയ്ത ഉപകാരത്തിൻ്റെ അഡ്വാൻസ് ആയിട്ട് മാത്രം ഇത് കണക്കാക്കിയാൽ മതി. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോട് ചോദിക്കുകയാണ്, അപ്പോൾ താൻ പറഞ്ഞതിൻ്റെ അർത്ഥം താൻ ഇനിയും വന്ന് പണം ചോദിക്കുമെന്നല്ലേ? അതെ മേഡം, അങ്ങനെ തന്നെ കൂട്ടിയാൽ മതിയെന്ന് ശിവരാമൻ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് അർച്ചന പുറത്തേക്ക് വരികയാണ്. തുടർന്ന് അർച്ചന മനസ്സിൽ പറയുകയാണ്, അവന്തിക അയാൾക്ക് എന്തുപകാരം ചെയ്തെന്നാ അയാൾ പറഞ്ഞത്? അയാൾ ഇവിടെ ജോലിക്ക് വന്നതിൻ്റെ പിന്നിൽ എന്തോ ദുരുദ്ദേശമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ കുഞ്ഞ് കരയുന്നതാണ്. കുഞ്ഞിനെ ആതിര സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നതേയില്ല. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അർച്ചന കുഞ്ഞിനെ എടുക്കുകയാണ്. ചിലപ്പോൾ കുളിക്കാഞ്ഞിട്ടായിരിക്കും, ഞാൻ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അർച്ചന താഴേക്ക് ചെല്ലുന്നു. അങ്ങനെ അർച്ചനയും അനഘയും കൂടി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം ഇത് കണ്ടുകൊണ്ട് അവന്തിക അങ്ങോട്ടേക്ക് വരികയാണ്. അവരെ കുറച്ചു നേരം നോക്കിയതിന് ശേഷം അവന്തിക അവിടെ നിന്ന് പോകുന്നു. അതേസമയം മുറിയിൽ തുണികൾ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആതിര. തുടർന്ന് അവന്തിക ആതിരയുടെ അടുത്തേക്ക് ചെല്ലുന്നു. കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ചേച്ചി കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന് ആതിര പറയുന്നു. അതെന്താ, ആതിരയ്ക്ക് കുളിപ്പിക്കാൻ അറിയില്ലേ? അറിയാം, പക്ഷേ ചേച്ചി കുളിപ്പിക്കാമെന്നാ പറഞ്ഞതെന്ന് ആതിര പറയുന്നു. ഈ പോക്ക് പോവുകയാണെങ്കിലേ കുഞ്ഞിനെ എടുക്കാൻ മാത്രമല്ല, കുഞ്ഞിനെ കുളിപ്പിക്കാനാണെങ്കിലും ഒന്ന് നോക്കാനാണെങ്കിൽ പോലും നിനക്ക് അർച്ചനയുടെ സമ്മതം വേണ്ടി വരും. ഏയ്, അങ്ങനെയൊന്നുമല്ലെന്ന് ആതിര പറയുന്നു. അർച്ചന സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാ ആതിരയുടെ കുഞ്ഞിനെ നോക്കുന്നതും വളർത്തുന്നതുമൊക്കെ. നീ ഇപ്പോൾ പാല് കൊടുക്കുന്നത് കൊണ്ട് മാത്രമാ കുഞ്ഞ് രാത്രിയെങ്കിലും നിന്റെ കൂടെ കിടക്കുന്നത്. നീ ഒരു കാര്യം ഉറപ്പിച്ചോ, നീ പാല് കൂടി നിർത്തുമ്പോഴേ കുഞ്ഞ് അർച്ചനയുടെ കൂടെ ആയിരിക്കും കിടക്കാൻ പോകുന്നത്. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാനൊരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയതാണ്, പക്ഷേ എൻ്റെ കുഞ്ഞ് പോയതല്ലേ. നീ ഇപ്പോൾ പ്രസവിക്കുകയും ചെയ്തു. നമ്മുടെ കൂട്ടത്തിൽ ഇതുവരെ പ്രഗ്നൻ്റ് പോലും ആകാത്തത് അർച്ചനയാണ്. അങ്ങനെയുള്ളവരെ മച്ചികളെന്ന് വിളിക്കും. അവരുടെ കണ്ണു പതിഞ്ഞാലേ കുഞ്ഞിൻ്റെ വളർച്ചയൊക്കെ അത് നന്നായി തന്നെ ബാധിക്കും. അതും കൂടി ശ്രദ്ധിച്ചാൽ നിനക്ക് കൊള്ളാമെന്ന് അവന്തിക പറയുമ്പോൾ ഇതൊക്കെ കേട്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് കുഞ്ഞിനെ ഒരുക്കുന്ന അർച്ചനയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അവന്തിക സന്തോഷത്തോടെ ആതിരയെ നോക്കുമ്പോൾ ആതിര പേടിയോടെയും വിഷമത്തോടെയും അർച്ചനയെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.